ഇതിന്റെ വീട്ടില് പടക്കമൊക്കെ മേടിച്ചോ? അറിയില്ല ചേച്ചി, ചെലപ്പോഴല്ലോ മേടിക്കാത്തൊന്നും. അയ്യേ, പടക്കമൊന്നും മേടിക്കാണ്ട് എന്ത് വിഷ? ചേച്ചി, വിഷു ഒന്നും ആയിട്ടില്ലല്ലോ. വിഷു ആവുമ്പോഴേക്കും പടക്കം മേടിക്കും. ഓ ശരി ശരി. നിനക്ക് കൈനീട്ടം കിട്ടാറുണ്ടോ? ആ, എനിക്ക് നിറയെ കൈനീട്ടം കിട്ടാറുണ്ട്. ചേച്ചി, കഴിഞ്ഞ വിഷുവിന് 1 രൂപയും 2 രൂപയും 5 രൂപയൊക്കെ കിട്ടി. അയ്യേ, എത്ര രൂപ? 5 രൂപയാണ് മാക്സിമം കിട്ടിയത്. ആ അതെ ചേച്ചി. അയ്യോ, എനിക്കൊക്കെ മിനിമം 100 റുപ്പീസാ കിട്ടാറ്. ശരി, അപ്പൊ ബൈ. രാത്രിയായാലും ഞാൻ പോണോ? ബൈ ചേച്ചി, നമുക്ക് നാളെ കാണാം. അമ്മ, എപ്പോഴാ വിഷു? വിഷുവിന് ഇനി ഒരാഴ്ച ഉണ്ട് മോളെ. നമ്മൾ പടക്കമൊക്കെ വാങ്ങില്ല അമ്മ? പടക്കം വാങ്ങും, കൈനീട്ടം തരും, അങ്ങനെയൊക്കെ വിഷു ആഘോഷിക്കുക. കൈനീട്ടം അമ്മ എനിക്ക് എത്ര രൂപ തരും? എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അമ്മ എനിക്ക് ഇപ്രാവശ്യം 100 രൂപ തരോ? അതെന്താ 100 രൂപ? അമ്മ എനിക്ക് ഇപ്രാവശ്യം 100 രൂപ കൈനീട്ടം തരണം. മോളെ, നീ ഇങ്ങനെ വാശി പിടിക്കരുത് കേട്ടോ. കൈനീട്ടം എന്ന് പറയുന്നതേ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാ. അതിന്റെ അളവ് നമ്മൾ നിശ്ചയിക്കാൻ പാടില്ല. ആ കൈനീട്ടം കിട്ടുമ്പോഴുള്ള സന്തോഷം, അതിലാണ് പ്രാധാന്യം. അത് 1 രൂപയാണെങ്കിലും എന്റെ മോള് സന്തോഷത്തോടെ വാങ്ങണം കേട്ടോ. ശരി അമ്മ, എനിക്ക് കൈനീട്ടത്തിന്റെ പ്രാധാന്യം മനസ്സിലായി. നല്ല കുട്ടി.